നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റിസോൾ കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങള്. ഇക്ക തന്നെയാണ് എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കോലത്തിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരുത്തില്ലായിരുന്നേനെ. നിങ്ങളത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്കിത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം റസൂൽക്ക, അച്ചായനെ കോൺഫറൻസ് ഇട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, എനിക്ക് അച്ചായൻ്റെ കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അച്ചായ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നടന്നേക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, പൗക്കൃത്വം തന്നെയാണ്. നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണെന്ന് എനിക്ക് അച്ചായൻ്റെ അടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിന്ന് കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് എന്നെ ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ചാനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ചാനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാണ്. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണിക്ക. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയായി. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പൊ പേടിയാണ്. എന്റെ ഫ്രണ്ട്സിനെ തന്നെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളിപ്പം ഏറ്റവും വൾണറബിൾ ആക്കി നിൽക്കുന്ന സമയമാണ്. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട് ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എൻ്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിനെല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുവാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മുമ്പ് ഉമ്മാർത്ത് പറഞ്ഞല്ലോ നിങ്ങള്, അത് സജിന നിർബന്ധിച്ച് ഉമ്മ, ഞാൻ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നാണ് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്കത് എൻ്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പിടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എൻ്റെ ലൈഫിൽ എനിക്ക് അവിടെ നിന്ന് സംസാരിച്ചു നമ്മളെല്ലാം ഓക്കെ ആയതിനു ശേഷമാണല്ലോ ആ സംസാരം ഫിറോസ് പറഞ്ഞല്ലോ. ഞാനിപ്പം എന്റെ മെസ്സേജ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ അതായത് ഈ കുഞ്ഞ് അന്നമ്മ പറഞ്ഞ കണക്ക് ഇനി ഇത് നിങ്ങളുടേതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുക, അതിനുള്ള റിസൾട്ട് ഞാൻ അത് എടുത്തു തരാം. അതും വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് നാളെ നിങ്ങൾ അതും പറയും.
അതും പറയുന്നുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിന്നോട് ഒരു കാര്യം മനസ്സിലാക്കട്ടെ. നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. ഓക്കെ, എല്ലാവരും സംസാരിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് നീ എന്നോട് ഈ കാര്യം പറയുന്നത്. മോനെ ഒന്ന് പൊയ്ക്ക്, അവിടെ പോയിരുന്നേ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, മനസ്സിലായോ? വളരെ ഷോക്ക്ഡോ? എന്ത്, നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ? നീ അങ്ങനെ അല്ലല്ല, നിങ്ങൾ കുഞ്ഞു പോയെന്നോ? അത് ഞാൻ ചോദിക്കട്ടെ, ഹാപ്പി കിട്ടാൻ വേണ്ടിട്ടോ, നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിട്ടോ? സങ്കടമല്ലല്ലോ എന്തായാലും വരാൻ പോകുന്നത് അതിനകത്ത്. ആ കുഞ്ഞു പോയെന്നുള്ള സങ്കടത്തില് റസൂൽ പൂക്കുട്ടി കിടന്ന് കരയല്ലല്ലോ ചെയ്യുന്നത്. അതെന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ അവിടെ. അതിന്റെ ഇടയ്ക്കും, ഈ കുഞ്ഞ് പോകുന്നതിന്റെ ഇടയ്ക്കും ഞങ്ങൾ ചോദിച്ചത്, ഞാനും അന്നമ്മയും കൂടെ, ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വേണം. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഞാൻ അന്ന് പറഞ്ഞേനെ, അന്നേരവും നിങ്ങൾ അപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞേനെ എന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം, അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നമ്മയെടുത്തും അന്നമ്മ ഇതുപോലെ സംസാരിച്ച സമയത്തും അന്നേരവും ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇല്ല അന്നമ്മ എന്തായാലും ഇത്രയും തീരുമാനം ഞങ്ങൾ രണ്ടും തീരുമാനിച്ചെടുത്തല്ലേ, ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് ഞാൻ ഇക്കാലത്ത് പറഞ്ഞേനെ, ഇത് പോയി എനിക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തരണേ, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ നിങ്ങള് എന്റെ അടുത്ത് കാണിക്കുന്ന, അതുകൊണ്ട് ഈ കുഞ്ഞു നീ എങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ്, ഒരു രണ്ട് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത, അത് നീ കാണിച്ചിട്ടില്ല. എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങൾ സ്നേഹത്തോടല്ലേ എന്റെ കൂടെ വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ എനിക്ക് അല്ലല്ല, നിങ്ങൾക്ക് വേണ്ട, ഞാൻ എഴുതാൻ പറ്റാം, വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ടേ, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള, ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു ട്രോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം, ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാ തന്നത്. എനിക്ക് പെണ്ണുരുമ്പെട്ടാൽ എന്നതിനൊരു ഉത്തമ ഉദാഹരണം. കാരണം ഭർത്താവും നിലവിൽ 2 മക്കളും ഇരിക്കെ കാമുകനുമായ അവിഹിത സല്ലാപത്തിലൂടെ അവിഹിത ഗർഭം ധരിച്ച് ആ ഗർഭത്തിനെ എനിക്ക് പഠിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് പറയുന്ന ഇങ്ങനൊരു സ്ത്രീ സംഭവമാണ്. മേടിച്ച് ആ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ടുവന്ന്. ഇപ്പൊ എന്റെ ഉമ്മ എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ്, ഉമ്മ അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ അങ്ങ് ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ, നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കണം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും വീട്ടുകാർ ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ, ഉമ്മ അതിന് സാക്ഷിയാണ്. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അന്നമ്മയോട് സംസാരിച്ച് എന്താ പറഞ്ഞത്? അത് ശരിയാണമ്മ, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അംഗീകരിച്ച്, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ച സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞ് മനസ്സിലാക്കുക, ആ കുഞ്ഞിനെ നമുക്കിപ്പോൾ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക്
എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേ ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്നെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണല്ലോ. അപ്പൊ അതാണല്ലോ നീ പറഞ്ഞത്. ആണോ ആണോ അതെന്തും ആയിക്കോട്ടെ. ആണോ ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായ്പ ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായ്പ ഡയലോഗ് അടിച്ചു ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറഞ്ഞ കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂൽക്ക? എന്റെ കൂടെ നിക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവള് ഞാൻ കോൺഫിഡൻസ് തരാം. നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കുക, അവളെ പോയി വാക്കുകൾ അവള് ശരി അവള് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാത്ത എന്താ? എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ചാനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയുടെ കാര്യം വിട്ടേക്ക്. അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ നിങ്ങൾ വിട്ടേ. പക്ഷെ അച്ചായന്റെ അടുത്തും ബിയെ അടുത്തും നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ബിയെയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നീ അല്ല ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ദിയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങള് അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ചലച്ചിത്ര ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു അവാർഡായ ഓസ്കാർ അവാർഡ് നേടി ഇന്ത്യക്ക് അഭിമാന താരമായ റസൂൽ പൂക്കുട്ടി ബിഗ് ബോസിലെ ഒരു സ്ത്രീയുമായുള്ളൊരു അവിഹിത കേസും ഇങ്ങനത്തെ പല സ്ത്രീകളുമായും അവിഹിത കേസുകളും പൊങ്ങി വരുന്നുണ്ട്. റസൂൽ പൂക്കുട്ടി സ്വന്തം വില മനസ്സിലാക്കുന്നില്ല. മലയാള സിനിമയിൽ ആദ്യമായിട്ട് പഴശ്ശിരാജ എന്ന പടത്തിൽ ഓസ്കാർ അവാർഡ് കിട്ടിയതിനു ശേഷം സൗണ്ട് ഡിസൈൻ ചെയ്തത് ഈ റസൂൽ പൂക്കുട്ടിയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ റസൂൽ പൂക്കുട്ടി ചെയ്തിട്ടുണ്ട്. സ്വന്തം വില മനസ്സിലാക്കാത്ത റസൂൽ പൂക്കുട്ടി പെട്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി എഴുതിയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവരെ കുറ്റപ്പെടേണ്ട കാര്യമല്ല, ഇവള് ആരെയും ട്രാക്കിലാക്കും. കാരണം അവളുടെ ആ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ അവർക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് മോളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കാം അത്. പിന്നെ ദോഷം പറയരുത്, മോനെ ആയാലും അവർക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് നോക്കുന്നത്. കുഞ്ഞിന് ചിലവിന് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം അവൾ പറഞ്ഞിരുന്നു. ഇത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് അവൾ ഓരോ കഥകളും. കാരണം ഈ പ്രവൃത്തികളെല്ലാം മനുഷ്യത്വരഹിതമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ചിന്തിക്കും? ദൃശ്യത്തിൻ്റെ കഥ പോലും ഇതിൻ്റെ മുന്നിലൊന്നുമല്ല. കാരണം ഇവളീ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന കഥയുടെ മുന്നിൽ കുഞ്ഞിന് എനിക്കെൻ്റെ ഏറ്റവും വലിയ ജീവനാണ്. ഞാൻ എറണാകുളത്താണെങ്കിൽ എല്ലാ വീക്കിലും അവനെ കാണാൻ വേണ്ടിയിട്ടാണ് കൊല്ലത്തേക്ക് വരുന്നത്. അവൻ്റെ വീക്കെൻഡ് പഠിക്കുന്ന അവൻ്റെ ഒഴിവ് ദിവസങ്ങളെല്ലാം അവനോട്ട് ഞാൻ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അവന് വേണ്ടുള്ള എല്ലാ കാര്യം ഇപ്പം പറയാമെന്ന് പറഞ്ഞാൽ നാണക്കെട്ടൊരു കാര്യമാണ്. പിന്നെ അവന് കൊടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉമ്മാക്ക് മാസം തോറും ഒരു ചെറിയ തുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ തുകയായിരിക്കും. അവർക്ക് ലക്ഷങ്ങളിട്ട് കളിക്കുന്നവർക്ക് എൻ്റെ ആയിരങ്ങളൊന്നും അവർക്ക് വലിയ വിഷയങ്ങളായിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ള രേഖകൾ GPay ആണ് ഞാൻ ചെയ്യുന്നത്. അതൊക്കെ ഉണ്ട്, അതൊക്കെ എൻ്റെ കിടക്കുന്നുണ്ട്. എന്നിട്ടാണ് അവൾ പറഞ്ഞ് ചിലവിന് കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കില്ലെന്ന്. ഞാനിപ്പോഴും അവളുടെ അടുത്ത് പറഞ്ഞത് കുഞ്ഞിനെ എനിക്ക് വിട്ടുതരും. ഞാൻ എൻ്റെ അടുത്ത്, കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പല ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കുന്നത്, ഇനി അതിലൊരു കുഞ്ഞ് വരും. അതൊക്കെ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഒരു ഉമ്മാക്ക് മെസ്സേജ് അയച്ചിരുന്നു, കുഞ്ഞിനെ എനിക്ക് തരൂ. ഞാനിനിയിപ്പം കലയിലോട്ടൊന്നും തിരിച്ചിറങ്ങുന്നില്ല. കാരണം എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിയിലാണ്. ഇനിയൊരു കലയിലോട്ട് എനിക്ക് ഇറങ്ങാനുള്ള മാനസികാവസ്ഥയില്ല. കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കോളാം, ഞാൻ നിന്ന് നോക്കിക്കോളാം. അവനെ എൻ്റെ കൂടെ തന്നെ അവനെ നിർത്തി അവനെ പഠിപ്പിച്ച് അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അവന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഇല്ല, അവിടെ അഡ്മിഷൻ എടുത്തെന്നൊക്കെ പറയുന്നു. ഞാൻ പറയാം കുഴപ്പമില്ല, അഡ്മിഷൻ എടുത്താൽ ഞാനിവിടെ വേറെ അഡ്മിഷൻ എടുത്തോളാം അവനെ. കാരണം ഞാൻ കൂടെ നിന്ന് അവന് കുറച്ചുകൂടെ അവന് ഹാപ്പിയാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പം കൊച്ചിപ്പോൾ അവളുടെ അടുത്ത് ആയതുകൊണ്ട് മാറ്റി പറയിപ്പിക്കുമായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പല കളിയും കളിക്കുമായിരിക്കും. അതായത് ഞങ്ങൾ രണ്ടുപേരും സജനയെ ഞാനോട്ടുള്ള ഈ അവളൊന്ന് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞല്ലേ, അത് സെപ്പറേറ്റ് ആയ ഈ സമയത്ത് ഞാൻ ശരിക്കും എറണാകുളത്തേക്ക് പോയി. കാരണം എനിക്ക് ആ പഴയ വീട്ടിൽ നിൽക്കാൻ ഓർമ്മകളിലേക്കൊന്നും നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. അങ്ങനെ
ഞാൻ എറണാകുളത്തേക്ക് പോകും. അപ്പോൾ ഇതിനിടയ്ക്ക് സജന പറയുന്നുണ്ടായിരുന്നു എന്തോ ഡ്രഗ്സ് അഡിക്റ്റാണ്, അത് സ്വന്തമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ എന്ത് മീറ്ററിലാണോ പരിശോധിക്കുന്നത് അത് പൊട്ടിത്തെറിക്കും, അല്ലാതെ അതുകൊണ്ട് വേറൊരാളുടെ തലയിലല്ല ചായ്ക്കേണ്ടത്. ഞാനെൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എണ്ണിപ്പോയ ഒരു കൈക്കുള്ള ഒരു 10 സിഗരറ്റിനകത്ത് കൂടുതൽ ഞാൻ വലിച്ചിട്ടില്ല. അതും പബ്ബിലൊക്കെ പോകുമ്പോൾ സ്റ്റൈലിഷായിട്ട് വലിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനീ പറഞ്ഞ കണക്ക് സജനയുമായിട്ടുള്ള ഈ പ്രശ്നത്തിന് ശേഷം ഞാൻ വീടും എല്ലാം ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് വന്ന ഒരു സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എറണാകുളത്തേക്ക് വന്നത് തന്നെ. അങ്ങനെ അവിടെ ഒറ്റപ്പെട്ട ഒരു വൈറ്റ് ഫോർട്ടിലായിരുന്നു ഒരു റൂമിൽ ഞാൻ താമസിച്ചിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. കാരണം ജീവിതത്തോടുള്ള എല്ലാ പ്രതീക്ഷകളും വിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ ജീവൻ തന്നെ കിടക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ആൽക്കഹോൾ കൺസംഷൻ നല്ല രീതിയിൽ ഓപ്പണായിട്ട് പറയാം നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ സുഹൃത്തുക്കളും നമുക്ക് കുറച്ച് എറണാകുളത്ത് കുറച്ച് നല്ല സുഹൃത്തുക്കളും നല്ലതും ചീത്തയുമായിട്ടുള്ളൊക്കെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം ഇവന്മാർ എൻ്റെ ഈ വീഡിയോ മദ്യപിച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അതിനകത്ത് വോയിസ് ഓവറൊക്കെ ചെയ്ത് അവന്മാർ നമ്മുടെ തന്നെ ഒരു സർക്കിളിൽ അതായത് ഗ്രൂപ്പുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ, അതിനകത്ത് തന്നെ അവന്മാർ വീഡിയോ ഒക്കെ ഇടുകയൊക്കെ ചെയ്തിരുന്നു. ഇതേ വീഡിയോ തന്നെ ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ സങ്കടം വന്നു. അയ്യോ, ഞാൻ ഇങ്ങനത്തെ ഒരു കോലത്തിൽ എനിക്ക് വല്ലാത്തൊരു ആ വീഡിയോ തന്നെ സജനയ്ക്ക് അയച്ചു കൊടുത്തു. ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത എന്നെ ഈ പരുവത്തിലാക്കിയത് നീയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾ അതിന് തിരിച്ചു തന്ന മറുപടി ഒരു ഇമോജിയാണ്, ഒരു സ്മൈലിൻ്റെ ഇമോജി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നശിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവളാണെന്നുള്ളത്. ശരിക്കും ഞാൻ അപ്പോഴൊക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ പോലും അങ്ങനെയുള്ള ലഹരികളൊക്കെ വെറുത്തു തുടങ്ങിയത്. ഇപ്പം ഞാൻ ഗ്രാജുവലി അത് നിർത്തി വന്നിപ്പം അത് ഞാൻ ഉപയോഗിക്കാത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. സജന പറഞ്ഞ മറ്റൊരു വലിയ ഒരു കോമഡി ഉണ്ട്, ഒരു ബുള്ളറ്റിൻ്റെ കാര്യം. അതായത് കാരണം എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നാട്ടിൽ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നാണം കെടുത്താവോ വായിത്തോന്നൊക്കെ അങ്ങ് പറയുകയാണ്. അപ്പോൾ ബുള്ളറ്റിൻ്റെ കഥയെന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് തന്നെയാണ് അത് എടുത്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബുള്ളറ്റ് എടുക്കാൻ നിന്നപ്പം സജന പറഞ്ഞു എനിക്കൊരു ബുള്ളറ്റ് എടുത്ത് തരണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ ഇവളപ്പം പറഞ്ഞു അവളുടെ കയ്യിലൊരു 10,000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തുടക്കത്തിലെടുക്കാൻ ഞാൻ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ അന്നേരം ബാക്കി 1 ലാഖ് അങ്ങാണ്ടായി തുടക്കത്തിലത്. അങ്ങനെ ഞാൻ ബാക്കി ക്യാഷ് കൂടി ഇട്ടിട്ട് ഇവളുടെ പേരിൽ തന്നെ, കാരണം എനിക്ക് സിബിൽ സ്കോറിൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് സജനയുടെ പേരിലാണ് ആ ബൈക്ക് എടുത്തത്. എന്നിട്ട് ഇവൾ പറഞ്ഞു ഞാൻ മാസം തോറും അടച്ചോളാം, എൻ്റെ ഇതിലായിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മാസം പോലും അവിടെ അടച്ചില്ല, ഞാൻ തന്നെ അടച്ചു. ഞാനത് അങ്ങനെ അവരുള്ള നിർബന്ധ ബുദ്ധി എനിക്കില്ല. അപ്പം ഞാനത് അടച്ചു. അങ്ങനെ ഞങ്ങൾ ഈ സെപ്പറേറ്റ് ആയ സമയത്ത് സജനയുടെ പേരിലാണല്ലോ വണ്ടി, അപ്പം അടയ്ക്കാതെ ആയി. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ക്യാഷ് അടയ്ക്കാതെ ആയപ്പോഴത്തേക്ക് അത് CC-ക്കാർ കൊണ്ടുപോകുന്ന ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാതെ CC-ക്കാർ വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രീതി ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലായിരുന്നു ബൈക്ക് ഇരുന്നത്. അപ്പോൾ ഇവർ ബാങ്കുകാർ പറഞ്ഞു വേവർ ചെയ്ത് തരാം, മുതലടച്ചാൽ മതി, ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സജന അടുത്ത് ഇത് കാര്യം വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക്, കാരണം ഞാൻ വേറെ ഒരു വിഷയത്തിനൊന്നും പോകാത്തതുകൊണ്ട് സജന അന്നേരം ഈ പറ്റിച്ചു മേടിച്ച BMW ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അവിടുന്ന് കൊല്ലത്ത് വന്ന് കൊല്ലത്ത് ഇരുമ്പ് പാലത്തിന് HDFC ആണെന്ന് തോന്നുന്നു, അവിടെ വന്നിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. ഞാൻ ബാക്കി പൈസ കൊടുത്ത് ആ ബൈക്ക് ബുള്ളറ്റ് മേടിച്ചതാണ്. അപ്പോൾ ആകെ സജനയുടെ ഒരു 10,000 രൂപ അതിനകത്തുണ്ട്, അത് സത്യമാണ്. അതിനാണ് സജന ആ കഥ ഉണ്ടാക്കിയത്. പിന്നെ വീടിൻ്റെ കഥ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഡിവോഴ്സിന് ഒപ്പിട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ 1 വർഷത്തിന് മുന്നേ അവൾ മ്യൂച്വലായിട്ട് പിരിയണം എന്ന് പറഞ്ഞ് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. കാരണം അവൾക്കാണ് ആവശ്യം, എനിക്ക് ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഒപ്പിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. അങ്ങനെ ലാസ്റ്റ് മനു എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കറ്റ് ട്രിവാൻഡ്രത്ത് ഇവൾ തന്നെ കൊണ്ടുവന്നു. അയാൾ അതിനകത്ത് അവൾ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം സൈൻ ചെയ്തു. അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീട്, അതായത് ഈ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും പേരിലുള്ള വീടാണ്. അവൾ പറഞ്ഞില്ല 5 സെൻറ്റ് ഒരു വീടുണ്ട്, എൻ്റെ പേരിലൊരു വീടുണ്ട്, അതിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കഥ മാറ്റിയായിരുന്നല്ലോ. അതെൻ്റെ കഥ അങ്ങനെയൊന്നുമല്ല. ആ 5 സെൻറ്റ് വസ്തു തന്നെയാണ് ആ വീടും. അത് എൻ്റെയും സജനയുടെയും പേരിലുള്ളതാണ് ഇത് വസ്തുവും വീടും. അപ്പോൾ അതിൽ 80% എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, 20% ഉള്ളൂ സജനയുടേത്. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ 15 ലക്ഷം രൂപ KSF-ൽ നിന്ന് എടുത്തിരുന്നു. ഈ ക്യാഷ് നമ്മൾ ഈ സെപ്പറേറ്റ് ആയ സമയത്ത് പിന്നെ അടയ്ക്കാതെ ആയിരുന്നു. ഞാൻ മോൻ്റെ പേരിൽ എഴുതി കൊടുക്കും, സജനായും മോൻ്റെ പേരിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഇനിയുള്ള ക്യാഷ് ബാക്കിയുള്ളത് സജന അടച്ചോളാം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. ഇതെന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ എനിക്ക് തരണം. കാരണം ഞാൻ ഇതിൽ മുടക്കിയ എൻ്റെ 10-1 അംശം പോലും ഇല്ല. അപ്പോൾ അത് നീ തരണം എന്നുള്ളതാണ്. ഞാനപ്പോൾ അത് കല്ലുകൊണ്ടുള്ള കൊട്ടാരത്തേക്കാൾ വലുതാണല്ലോ നഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ. കാരണം ഒരു ജീവിതം പോയൊരുത്തിന് എന്താണിത്. അപ്പോൾ ആ രീതിയിൽ ഞാനതെല്ലാം സമ്മതിച്ചിരുന്നതാണ്. അങ്ങനെ
പക്ഷേ ഇവൾ ഒരിക്കൽ പോലും പിന്നെ ആ ക്യാഷ് അടച്ചില്ല. ബാങ്കിൽ അടയ്ക്കാൻ നമ്മൾ ഏറ്റതായിരുന്നു. അന്ന് 15 ലക്ഷം ഉള്ളായിരുന്നു, പിന്നീട് അത് ഇപ്പോൾ 25 ലക്ഷമായി. അങ്ങനെ ജപ്തി നോട്ടീസ്, ജപ്തിയുടെ പ്രോസസ്സിങ് വരുന്ന സമയത്ത് ഞാൻ അവളെ വീണ്ടും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ ബാക്കി ക്യാഷ് അടച്ചോളാം, അടച്ചു തരുമ്പോൾ മോൻ്റെ പേരിൽ എഴുതി വെക്കണം, എഴുതി ഞാൻ കൊടുക്കാം, നീയും അതിനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അത് പറ്റത്തില്ല എന്നുള്ളത് കുറച്ച് ക്ലാഷുകളായി. അപ്പോൾ അതങ്ങനെ കിടക്കണം, അത് ബാങ്കുകാർ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വരുവാണ്. അപ്പം അത് കാരണം ഞാൻ ഇനിയിപ്പം എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ബാക്കി അടച്ചിട്ട് മോൻ്റെ പേരിൽ എഴുതി കൊടുത്തത്? സജിൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരാൾ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം അവരുമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാം, ഇപ്പോൾ ഒരു 1 വീക്ക് ആയതേ ഉള്ളൂ, എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനത് അടച്ച് പിന്നെ മോൻ്റെ പേരിൽ മൊത്തം ബാങ്കിലുള്ള 25 ലക്ഷം രൂപ അടച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് സജിനെ മോൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നു. പക്ഷേ ഇനി എനിക്കതിൽ വിശ്വാസമില്ല. കാരണം ഇത്രയൊക്കെ ചെയ്ത ഒരാൾ വീണ്ടും നമ്മളെ പറ്റിക്കുക എന്നുള്ളത് 100%. അത് പണത്തിന് വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്ത് കളയും, കൊല്ലാൻ പോലും മടിക്കത്തില്ല. ഈ കൊല്ലുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് പുറത്തു വിടാൻ പറ്റത്തില്ല, അവർ മരിച്ചാൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ പോയാൽ 10 കോടിയോ 3 കോടിയോ എത്ര രൂപ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചു തരുന്നു, എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടെന്നേ. അയാള് നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്? ഇല്ലല്ല, എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ, ഇല്ലല്ല അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ. അല്ലല്ലല്ല, അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല, ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എല്ലാം അത് അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയമല്ലെന്ന്. ഇത് വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി സജിനെ അറിയാതെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് ഈ കൂട്ടുകാരുമായിട്ടുള്ള കോൺവെർസേഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഈ കേസിൽ എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത കേസിൽ ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല, പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നവർ പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് മെയിൻ. ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ടോക്സിക്കിന്റെ ഹൈ സ്റ്റേറ്റിലാണ്. ഓക്കെ, ഞാൻ എന്റെ വൈഫിനോട് സംസാരിച്ച് എന്റെ വൈഫിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു. എനിക്കിനി അതിനകത്തൊരു ബാഡ് ബ്ലഡ് വേണ്ട. അതുപോലെ തന്നെ ഈ BMW ൻ്റെ കഥയില്ലേ, അതിനകത്ത് ആ സ്വർണം ഇയാൾ കേസ് ബലക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണെന്നുള്ളത് പറയുന്നതിൻ്റെ ഒരു കുറേ ഓഡിയോ ഉണ്ട് അതിനകത്ത്. പക്ഷേ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുടെ ഓഡിയോ വോയിസ് വരുന്നത് കൊണ്ട് ഞാൻ ആ ഒരു പാർട്ട് മാത്രം ജസ്റ്റ് ഒന്ന് കേൾക്കും. ഒരു 30 മിനിറ്റോളമുള്ള ഓഡിയോ ആണ് അതിനകത്ത്, ആ പാർട്ട് മാത്രം ഒന്ന് കേട്ടു. അതൊരു കേസ് ഒരു കൗണ്ടർ ചെയ്യുമ്പോൾ കേസ് ബലക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. അതൊരു കേസ് ഒരു കൗണ്ടർ ചെയ്യുമ്പോൾ കേസ് ബലക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. ഇതിനിടയ്ക്ക് ഒരു ചുംബന സമരം, ഞാൻ ഓർമ്മ വരുന്നതാണ് പെട്ടെന്ന് പറയുന്നത്, ഒരു ചുംബന സമരമൊക്കെ വന്നിരുന്നു ഇതിനിടയ്ക്ക്. ആരോ ഒരു ചുംബന കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അതിനെ ഏറ്റുപിടിച്ചിട്ട് അതിനെ വേറെ രീതിയിലാണ് ചുംബിച്ചതെന്ന് പറഞ്ഞ് മറ്റു ചിലർ എന്തോ കോഴിയാണോ പിന്നെ മറ്റേ കാളയാണോ പശുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കോഴിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അതൊക്കെ കണ്ടപ്പോൾ സത്യം എനിക്ക് ചെയ്യുകയാണ് വന്നത്. അതായത് അവൻ അങ്ങനെ ആണല്ലോ എന്നങ്ങ് സ്ഥാപിക്കുകയാണ്. അതിനിടെ അതെനിക്ക് ഇത്രയും വലിയ കഥ നടക്കുമ്പോൾ എൻ്റെ ഇടയിൽ കൂടെ ഹിറ്റാകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി വലിയ കഥകളായിരിക്കും അങ്ങോട്ട് വരാൻ പോകുന്നത്. കാരണം സജിനെ എന്ന ക്രിമിനലും സജിനോടൊപ്പം നിൽക്കുന്ന വലിയ ക്രിമിനൽസും നിങ്ങൾ കണ്ടല്ലോ, അത്രയും പേരുണ്ട്. ഇവരൊക്കെ ഓരോ രീതിയിൽ സമൂഹത്തിൽ പല മേഖലകളിൽ പിടിപാടുള്ളതാണ്. പൊളിറ്റിക്സിലും ഒക്കെ എല്ലാ മേഖലകളിലും പിടിപാടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാം, അല്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ അപായമായ, അതായത് എന്നെ കൊന്നുകളയാൻ വരെ മടിക്കാത്ത ടീമുകളാണ്. പക്ഷേ അതൊന്നും ഞാനതൊന്നും ബോധർ ചെയ്ത് ചെയ്യുന്നില്ല ഇനി. കാരണം ഇതിലും വലിയൊരു മരണം എനിക്കില്ല, ഞാൻ അനുഭവിച്ചതിലും കൂടുതൽ മരണം എനിക്കില്ല. അപ്പോൾ കൂടാതെ തന്നെ ഇപ്പോൾ ഇത്രയും പറഞ്ഞ പേരുകൾ കൂടാതെ തന്നെ ഒരു 2
3 ക്രിമിനൽ കൂടെ സജനയുടെ കൂടെയുണ്ട്. ആ പേരുകൾ ഞാനിപ്പം പറയുന്നില്ല, കാരണം അവരെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു വേറൊരു സീരീസിലേക്ക് കഥകൾ പോകും. അത് വലിയൊരു സെൻസിറ്റീവ് വിഷയമായിട്ട് വേറെ വരും. തൽക്കാലം ഞാൻ അവരുടെ പേരുകൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഇത് കൂടുതൽ ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല. പക്ഷേ ഉറപ്പായിട്ട് ഇനിയിപ്പോൾ സജന പല പല കാര്യങ്ങളെയും പല മാനിപ്പുലേറ്റ് ചെയ്ത് എന്തും പറയല്ലോ, നാക്കിനില്ലല്ലോ, അത് പറഞ്ഞു കൊണ്ടുവരും. പിന്നെ പലരെയും കളത്തിൽ അവർ ചിലപ്പോൾ ഒരു ഉമ്മയെ പോലും ചിലപ്പോൾ കളത്തിലിറക്കി പറയിപ്പിക്കും. കാരണം ഒരു ഉമ്മയെ വെച്ചിട്ട് പഴയ എൻ്റെ എക്സ് വൈഫിനെ വരെ വിളിപ്പിച്ചിരുന്നു. എൻ്റെ ഓഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. വിളിപ്പിച്ചു, ഇതിനകത്ത് ഇറക്കാൻ നോക്കി. അപ്പോൾ അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നും, അല്ലെങ്കിൽ അവർക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇതിന് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്നിട്ടും കാല് പിടിക്കുന്നവരുടെ ഒന്നും ഇതിൻ്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും പറയുമെന്ന് വെച്ചിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഓരോ ഫ്രണ്ട്സിനെയും സജന അതായത് ഞാനുമായിട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിട്ട് ഓരോ കഥയും അടിച്ചേൽപ്പിക്കുകയാണ്. ഞാനോട്ട് പ്രണയമാണ്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ എന്നെ സത്യത്തിൽ ഈ വീഡിയോ വന്നപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു വീഡിയോ സജന ഇട്ട കാര്യം തന്നെ. അവർ വിളിച്ചിട്ട് പറഞ്ഞ് ഇതാണൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് അവർക്ക് വട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊരു കഥ അടിച്ചേൽപ്പിക്കുകയാണ്. അത് കണക്ക് ഒരു കുട്ടിയെടുത്ത് വിളിച്ച് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, പോക്സോ വരെ എനിക്ക് ചുമത്താനുള്ള പരിപാടിയുള്ളതെന്ന് വെച്ചാൽ അതായത് മകളുടെ പ്രായമുള്ളൊരു കൊച്ചുമായിട്ട് ഞാൻ ആ കൊച്ചിനെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കഥ, ചെറിയ കഥയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ഇവൾ കിടന്നുള്ള തത്രപ്പാട്. അങ്ങനെ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അതായത് എനിക്ക് ആരൊക്കെ പരിചയമുണ്ടോ ഇവരെല്ലാം വിളിക്കണം. അപ്പം വിളിച്ചിട്ട് ആ കുട്ടിയെടുത്ത് എനിക്കെതിരെ ഒരു ഓഡിയോ ഇട്ട് തരുമോ എന്നൊക്കെ ഉള്ളത്. ഭാഗ്യത്തിന് ആ കുട്ടിയുടെ മൊബൈൽ റെക്കോർഡ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഓഡിയോസും കാര്യങ്ങളും, അതായത് ഒരു സാഹിത്യം എവിടെയെങ്കിലും നമ്മൾ സംസാരിക്കുകയോ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇവൾ ബന്ധപ്പെട്ടെന്നുള്ള രീതിയിൽ അങ്ങ് ആക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് അടിച്ചേൽപ്പിച്ചിട്ട്. കാരണം എന്തെങ്കിലും ഒരു തെളിവോ ഒരു സംഭവങ്ങളോ എനിക്കെതിരെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് പല കളികളും ഇവൾ നോക്കി. അതിന് കിടന്ന് കാണിച്ച തത്രപ്പാട്. ഈ വിഷയം അറിഞ്ഞിട്ട്, ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട്, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ സജനയെ വിളിച്ചു. അതായത് ഒരിക്കലും ഇവൾ ഇത്രയും ക്രിമിനലാണെങ്കിലും ഇങ്ങനൊരു വീഡിയോ ഇടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ കള്ളം പറയാൻ പറ്റുമോ ഒരു മനുഷ്യന് സമൂഹത്തോട്? അത് എല്ലാം ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലാണ്. അതായത് വീടിൻ്റെ കാര്യമായിക്കോട്ടെ, ബൈക്കിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും, പോക്സോ ആയിക്കോട്ടെ, പ്രണയത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാം ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യം ഒരാൾക്കും ലോകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കല്ല് വെച്ച് നുണ വന്ന് എന്തൊരു തന്മയത്തോടെ, ഇത്രയും നല്ല അഭിനേത്രിയാണ് നമ്മുടെ ജീവിതത്തിൽ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നാം തരം കേട്ടോ. അങ്ങനെ അവൾ വന്നത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അപ്സെറ്റായിപ്പോയി. കാരണം ചെറിയ കാര്യമല്ലല്ലോ, ഈ കുഞ്ഞിനെയും ബാധിക്കില്ലേ, കുഞ്ഞിൻ്റെ തന്ത ഇങ്ങനെയുള്ളവരാണെന്നുള്ളത് കള്ളക്കഥയിൽ കൂടിയായാലും ജനം വിശ്വസിക്കത്തില്ലേ. ഞാൻ ഉടനെ സജനയെ വിളിക്കുകയാണ്. ഈ വിളിക്കുമ്പോൾ ഉള്ള രസമെന്ന് പറയുന്നത് നമ്മൾ അപ്സെറ്റായിട്ടാണ് വിളിക്കുന്നത്, മൈൻഡ് ഔട്ടായി നിന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് അവൾ ഓരോ പുതിയ കഥ ഈ മറ്റേ പിള്ളേരെയും അവരെയൊക്കെ വിളിച്ചാണ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അതായത് നിങ്ങൾ അതായത് ഞാനൊരു കാര്യം ചെയ്തു അങ്ങോട്ട് പറയുന്ന കേൾക്കുന്നില്ല, നമ്മളതങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ അപ്സെറ്റായി നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പം ഓരോരോ കഥ നമ്മളെന്ന് അത് റെക്കോർഡ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാൾ ഇത്രയും വലിയ അലിഗേഷൻ ഇട്ടിട്ട് അയാൾ തകർന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പുതിയ കഥകൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ തർക്കമാണ്. ഞാൻ അന്നേരം പറയുന്നുണ്ട്, സജന ഈ വീഡിയോ നിന്നെക്കുറിച്ച് ഞാൻ എവിടെയും തെറ്റ് പറഞ്ഞിട്ടില്ല, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഞാനും വേണമെങ്കിൽ നീ റസൂൽ പൂക്കുട്ട മുഖം രക്ഷിക്കാനല്ലേ, ഞാനും വേണമെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, റസൂലിനെ ഞാൻ ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞത്, എങ്കിലും ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കേസും കൊടുത്തിരിക്കുന്നു ഇവൾ. അത് മനസ്സിലാക്കണം. ഞാൻ അവളുടെ ജീവിതത്തിൽ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ഞാൻ തല്ലിയിട്ടില്ല. അപ്പം പലരും പറയും നീ ആ തല്ല് കൊടുത്തിട്ട് രക്ഷപ്പെട്ടേനെ. ഒരിക്കലും ഇല്ല. അത് പറയുന്നവർക്ക് പറയാം. അവളിനി എത്ര തല്ലിയാലും ഒരിക്കലും അങ്ങനെ തല്ലിയതുകൊണ്ട് അവളെ കൊന്നാൽ, കാരണം അവൾ തന്നെ കത്തിയെടുത്ത് വെച്ചിരിക്കുകയല്ലേ മരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തല്ലിയാലൊന്നും രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ തല്ലുന്നതല്ല എൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പം ഞാൻ പറഞ്ഞു അത് ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല. എന്നിട്ടാണ് അവൾ പറയുന്നത് അവൾ മേക്കപ്പ് ഇടുന്നത് ഞാൻ തല്ലിയെന്ന് മറയ്ക്കാനാണെന്ന്. അത് കേൾക്കുന്ന മനുഷ്യർക്ക്, ഈ ചോറുണ്ണുന്നവർക്കത് മനസ്സിലാവും. മേക്കപ്പ് ഇടുന്നതും അതിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഒന്ന് ആലോചിക്കണം, എന്ത് വിചിത്രമായ കഥകളാണ് അവൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇതാണ് ഈ ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്തായാലും നടക്കും. ഇത് ഇവിടെ കൊണ്ട് എന്തായാലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നിൽക്കുന്നതും അവളുടെ കൂടെ നിൽക്കുന്ന എല്ലാ ക്രിമിനൽസും കൂടെ ചേർന്ന് പല പല ഇതായിട്ട് മുന്നോട്ട് വരും. എന്തായാലും നമ്മൾ ഇറങ്ങി മുന്നോട്ട് തന്നെ പോകുകയാണെങ്കിൽ മുന്നോട്ട് തന്നെ കാണാം. പക്ഷേ ഇപ്പോഴും ഞാൻ പുറത്തു വിടാത്ത പല തെളിവുകളും, അതെനിക്ക് തോന്നുന്നില്ല അങ്ങോട്ട് വിടാൻ, പല വീഡിയോസും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ
കാര്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇത്രയും കാര്യം വന്നിട്ട് ഇത് ഞാൻ വിജയിക്കുകയല്ല, ഇപ്പോഴും പറയുന്നു, ഞാനിത് പറയേണ്ട ഒരു സാഹചര്യം എന്നെ കൊണ്ടാക്കിയിട്ട് ഇത് പറയിപ്പിക്കുകയാണ്. എന്തായാലും ശരി. എൻ്റെ തകർച്ച കൊണ്ടാണ് ഞാൻ ഇവിടെ വരാനുള്ള അവസ്ഥ വന്നത്. നാളെ നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും. അത്രയും നെഞ്ചിൽ ഞാൻ തകർന്നിരിക്കുകയാണ്. അത് ഇദ്ദേഹമാണ് കാരണം എന്നുള്ളത് എൻ്റെ അല്ലാഹുവാണ് സത്യം. നോമ്പിൻ്റെ സമയം ഞാൻ പറയുകയാണ്, ഇദ്ദേഹമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്നുവരെ മീഡിയയിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ നാളെ അത് പറയേണ്ടി വരരുത്. ഇതോടെ നിർത്തിച്ചാൽ മതി. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ പക്ഷേ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ 3ാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻസ് എടുത്തു തന്നെ. ആണല്ലോ പറയേണ്ട, പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. റോസിനെതിരെ ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്നും മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ 3ാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. കേട്ടോ, അതൊരു കേസ് ഒരു കൗണ്ടർ ചെയ്യുമ്പോൾ കേസും വിലക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നമ്മളൊരു മുസ്ലിം കേസ് കൊടുക്കുമ്പോൾ കേസ് ബലപ്പെടാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, അത് കൊടുക്കണ്ട ഞാനാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്.